കണ്ണൂർ ഇന്ന് ഏറ്റവും സമാധാനം നിലനിൽക്കുന്ന ജില്ലയായി മാറിയെന്ന് സ്പീക്കർ എൻ ഷംസീർ. അതിന് നിർണായക പങ്ക് വഹിച്ചത് പോലീസാണ്. കണ്ണൂരിലേക്ക് വരുമ്പോൾ നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബത്തിന് ആദി ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇന്ന് ആ സ്ഥിതി ഇല്ലെന്നും സ്പീക്കർ കണ്ണൂരിൽ പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ 4-5 വർഷമായി വലിയ രീതിയിലുള്ള സമാധാനമാണ് നിലനിൽക്കുന്നതെന്നും അതിന് പോലീസിന് ബിഗ് സല്യൂട്ട് എന്നും സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. കണ്ണൂരിൻ്റെ പോയ വർഷങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പം വളരെ പീസ്ഫുള്ളായ, യാതൊരു തരത്തിലുള്ള വയലൻസും ഇല്ലാത്ത വളരെ പീസ്ഫുള്ളായി കണ്ണൂരിനെ കൊണ്ടുപോകാൻ സാധിച്ചു. അതിൽ നിങ്ങൾക്ക് ബിഗ് സല്യൂട്ടാണ്. അതിൽ പോലീസിന്റെ പങ്ക് വളരെ നിർണായകമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുമ്പ് കണ്ണൂർ ജില്ലയിലേക്ക് സ്ഥലം മാറി വരുന്നു എന്ന് പറയുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾക്ക് ആദിയായിരുന്നു. കണ്ണൂരിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ പോലീസ് ഓഫീസർമാർക്ക് ആദി ഉണ്ടാകാം, നിങ്ങളുടെ പാരൻസിന് ആദി. അയ്യോ, ഇങ്ങോട്ടേക്കാണോ വരുന്നത്? ഒരുപക്ഷെ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന യങ് ഓഫീസർമാരാണ് രണ്ടുപേരും. യതീഷ് നേരത്തെ ഇവിടെ പ്രവർത്തിച്ചിരുന്നു. യതീഷ് നേരത്തെ വടകരയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറച്ചൊരു ബിറ്റർ എക്സ്പീരിയൻസ് കണ്ണൂരിലുണ്ടാവും. ഇതിനൊക്കെ വരുമ്പോൾ ബേജാറുണ്ടാവും, കൂടി ഇവിടെ വയലൻസ് ആണോ? പക്ഷേ കണ്ണൂർ കഴിഞ്ഞ 4-5 വർഷമായി സമാധാനപൂർവ്വം പോകുന്നു. അതിൽ മേജർ റോൾ, ഒരു സംശയവും വേണ്ട, അത് പോലീസിന്റെ തക്ക സമയത്ത് യുക്തമായ ഇടപെടലിലൂടെയാണ് പ്രശ്നം പരിഹരിക്കപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കണ്ണൂർ ജില്ലയിൽ സമാധാനം ഉണ്ടാക്കുന്നതിന്റെ മേജർ റോൾ വഹിച്ചത് പോലീസാണ്. ഈ സമാധാന അന്തരീക്ഷം തുടർന്നു കൊണ്ടുപോകണമെന്നും അതിന് എല്ലാവരും സഹകരിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആസ്ഥാനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.